മാരാമൺ കൺവെൻഷൻ്റെയും അനുഭവങ്ങളെ കൂടുതൽ നവ്യവും ഹൃദയവുമാക്കുന്നത് മാരാമൺ കൺവെൻഷനിലെ ഗാനങ്ങൾ തന്നെയാണ്. ഒരു മാരാമൺ കൺവെൻഷൻ്റെ തുടക്കത്തിൽ ഏറ്റവും ആദ്യം നടക്കുന്നത് തീർച്ചയായിട്ടും വെച്ചാൽ ഗാനങ്ങളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണല്ലോ. ഈ പ്രാവശ്യത്തെ 131ാമത് മാരാമൺ കൺവെൻഷനിൽ അച്ഛൻ്റെ കൃപയുടെ തണലിൽ എന്ന ഗാനം അല്ലെ സിഡിയിൽ തന്നെ ഒന്നാമത്തെ ഗാനമായി കാണപ്പെടുന്നു. അച്ഛൻ ഈ ഒരു ഗാനം എഴുതുമ്പോൾ ഈ സഭയിലൂടെ വളർന്നു വരികയും സഭയുടെ ശുശ്രൂഷകളിലേക്ക് ഒരു വൈദിക ശുശ്രൂഷയിലൊക്കെ പ്രവേശിക്കുന്നു. പ്രത്യേകമായി ഇത്തരത്തിൽ ഈ ഒരു മിനിസ്ട്രിയിൽ അച്ഛന് ഗാനങ്ങളിലൂടെ ആളുകളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു. ഈ വർഷത്തെ ഇങ്ങനൊരു ഗാനം തിരഞ്ഞെടുത്തതിൽ അച്ഛൻ്റെ മനസ്സിലൂടെ വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ്, സന്തോഷങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? എല്ലാവർക്കും നമസ്കാരം. DSMCയുടെ ഈ ചാനലിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. 131ാമത് മാരാമൺ കൺവെൻഷനിൽ ഞാൻ രചിച്ച കൃപയുടെ തണലിൽ അനുദിനം എന്നെ കൂട്ടിയിടുന്നതിന് എന്ന ഗാനം അത് തിരഞ്ഞെടുത്തതിൽ ദൈവത്തെ സ്തുതിക്കുന്നു, അതിയായി സന്തോഷിക്കുന്നു. മാരാമൺ കൺവെൻഷനിൽ എൻ്റെ 3ാമത്തെ ഗാനമാണിത്. ഇതിനു മുൻപ് അനുഗ്രഹത്തോട് അനുദിനം, ഉണർന്നിടാം ഒരുങ്ങിടാം എന്ന 2 ഗാനങ്ങളുണ്ട്. എന്നാൽ ഒരു വൈദികനായതിനു ശേഷമുള്ള ആദ്യത്തെ ഗാനം എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ സന്തോഷമുണ്ട്. സാധാരണ കുഞ്ഞുങ്ങളുടെ VBSമായിട്ടൊക്കെയുള്ള ഗാനങ്ങളാണ് കൂടുതലായിട്ട് രചിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാരാമൺ കൺവെൻഷൻ ഒരു ഗാനം എഴുതുവാനും അത് തിരഞ്ഞെടുക്കുവാനും അത് ഒന്നാമത് ഇന്ന് പാടുവാനും ഒക്കെ ഇടയായത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവമായിട്ട് സന്തോഷിക്കുന്നു. ബഹുമാനപ്പെട്ട തോമസ് ഡാനിയൽ അച്ഛൻ രചിച്ച ഈ ഗാനത്തിന് സംഗീതം പകരുന്നത് ഇവിടെ മോൻസിജാനാണ്. അദ്ദേഹത്തിനോട് എന്താണ് ഈ ഗാനം ഇങ്ങനെ സംഗീതം, അതായത് ഒരാളുടെ ഹൃദയത്തിൽ വരികൾ എത്തുന്നതിനൊപ്പം തന്നെ ആ സംഗീതമാണ് ചിലർക്ക് കൃത്യമായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഗാനത്തെ ചിട്ടപ്പെടുത്തിയപ്പോൾ എന്താണ് ഹൃദയത്തിൽ വന്നത്, അല്ലെങ്കിൽ ഒരു പാട്ട് സെലക്ട് ചെയ്തപ്പോൾ എന്താണ് ജനമനസ്സിൽ തോന്നിയത്? ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മോൻസി തോമസ് കാരക്കൽ. അനുഗ്രഹിക്കപ്പെട്ട 131ാമത് മാരാമൺ കൺവെൻഷനിലെ ഈ മണൽപ്പന്തലിൽ, ഈ മണൽപ്പുറത്ത് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ എല്ലാ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ മാരാമൺ മണൽപ്പുറത്ത് വീണ്ടും ഒരു വർഷം കൂടെ ദൈവം തമ്പുരാൻ നിർത്തിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ പാട്ട് ഉണ്ടാവുന്നത്. അതിൻ്റെ കാരണം, ഞാൻ വർക്ക് ചെയ്യുന്നത് സുവിശേഷ സംഘം ഗോസ്ബൽ ടീമിലാണ്. പ്രിയപ്പെട്ട സുനിലെ ജോൺ അച്ഛൻ ഞങ്ങളുടെ ഡയറക്ടറായിട്ടുള്ള സുവിശേഷ സംഘത്തിലെ ഗോസ്ബൽ ടീമിൻ്റെ ഒരു പ്രോഗ്രാം വചനയാൻ, അത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പോകുന്ന ഒരു വചന സഞ്ചാരമുണ്ടായിരുന്നു. ആ സഞ്ചാരത്തിൻ്റെ ഒരു മധ്യഭാഗത്ത് വെച്ചാണ് പ്രിയപ്പെട്ട തോമസ് ഡാനിയൽ അച്ഛൻ്റെ പള്ളിയിൽ ഞങ്ങൾ വചനമായിട്ട് ചെല്ലുന്നത്. അപ്പോൾ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു പ്രിയപ്പെട്ട അച്ഛനുമായിട്ട് ഒരു പാട്ട് ചെയ്യണം എന്നുള്ളത്. കാരണം കുറേ വർഷങ്ങളായിട്ട് അച്ഛൻ കുറേ പാട്ടുകളൊക്കെ അച്ഛൻ എഴുതിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട തോമസ് ഡാനിയൽ അച്ഛനുമായിട്ട് ഒരു പാട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ അച്ഛനോട് അങ്ങോട്ട് അച്ഛൻ്റെ പള്ളിയിൽ ചെന്നപ്പോൾ ആ പ്രോഗ്രാം സത്യത്തിൽ അവിടെ ഇല്ലായിരുന്നു, അല്ലേ അച്ഛാ? ആ പ്രോഗ്രാം അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ആ പ്രോഗ്രാം അവിടെ ഉണ്ടായപ്പോൾ ഞാൻ അച്ഛനെ കൂടുതൽ സംസാരിക്കാനും പറ്റി. അച്ഛൻ നമുക്കൊരു പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അന്നേരം തന്നെ എന്നോട് പറഞ്ഞു, മോൻസിച്ച ഒരു കാര്യം നമുക്ക് ആലോചിക്കാൻ ട്യൂൺ തരാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടുത്തെ പ്രോഗ്രാമിന് ശേഷം ഞങ്ങൾ ടിബറ്റിലേക്കാണ് പോകുന്നത്. ടിബറ്റിൻ്റെ പ്രോഗ്രാമിന് ശേഷം തിരിച്ചു വരുന്ന വഴിയിലാണ് ഞങ്ങളുടെ ടെമ്പോ ട്രാവലർ വെച്ച് യാത്രയുടെ മധ്യയിൽ ഈ പാട്ട് ഞാൻ മ്യൂസിക് ചെയ്യുന്നത്. ഇപ്പോൾ ആ പാട്ട് ഞാൻ മ്യൂസിക് ചെയ്തിട്ട് പ്രിയപ്പെട്ട അച്ഛന് ഞാൻ അയച്ചു കൊടുത്തു. അച്ഛൻ അത് ബാക്കി കാര്യം അച്ഛൻ പറയാം, അച്ഛനത് എഴുതിയ കാര്യങ്ങളൊക്കെ അച്ഛൻ പറയാം. എന്നാൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, അങ്ങനെ ഒരു പാട്ട് ഉണ്ടായപ്പോൾ ആ പാട്ട് മാരാമൺ കൺവെൻഷനിൽ അത് തിരഞ്ഞെടുക്കുവാനും ആദ്യത്തെ ദിവസം തന്നെ അത് പാടുവാനും നമ്മുടെ പെൻഡ്രൈവിനകത്ത് അത് ആദ്യത്തെ പാട്ടായിട്ട് വരുവാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഇത് ഒന്നും എൻ്റെ കഴിവല്ല, ദൈവം തമ്പുരാൻ എന്നെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചു എന്ന് മാത്രമുള്ളൂ. ദൈവമക്കൾക്ക് അത് അനുഗ്രഹമായി തീരുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പാട്ടിൻ്റെ വരികൾ വളരെ ശക്തമാണ്. കാരണം നിങ്ങൾക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാകും കഴിഞ്ഞുപോയ കാലങ്ങളിൽ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾ അതൊന്നും മറക്കാൻ പറ്റുന്നതല്ല. നിങ്ങളെല്ലാവരും ഈ പാട്ട് കേൾക്കണം. ആ പാട്ട് തുടങ്ങുന്നത് കൃപയുടെ തണലിൽ നിന്നാണ്. ആ പാട്ടിനെക്കുറിച്ച് കൂടുതലായിട്ട് അച്ഛൻ പറയുന്നതായിരിക്കും. പ്രിയപ്പെട്ട മോൻസിച്ചാൻ പറഞ്ഞതുപോലെ വചനയാന പ്രോഗ്രാമുമായിട്ട് ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ജഗദൽപൂർ മാർത്തോമ പള്ളി ഛത്തീസ്ഗഡിലാണ്. അവിടെ എത്തുകയും അവിടെ നിന്നുള്ള അവരുടെ അടുത്ത പള്ളിയിലേക്കുള്ള യാത്രാ മധ്യയിലാണ് ഈ നല്ലൊരു സംഗീതം, ദൈവം നൽകിയ ഒരു സംഗീതം
എനിക്ക് അയച്ചു തരുന്നത്. അപ്പം ഞാനും മറ്റൊരു യാത്രയിലാണ്. ഛത്തീസ്ഗഡിൽ നിന്ന് എൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്കുള്ള എൻ്റെ യാത്രയിലാണ്. ആ സമയത്ത് ട്രെയിനിൽ വെച്ചാണ് എനിക്ക് ഈ മ്യൂസിക് ഞാൻ കേൾക്കുന്നത്. അത് പല പ്രാവശ്യം കേൾക്കുകയും അത് കേട്ട് അല്പം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇത് ഏത് തീം ഈ പാട്ടിന് ആധാരമായിട്ട് എടുക്കണമെന്ന് ചിന്തിച്ചപ്പോൾ ഓരോ ദിവസവും ദൈവം നമ്മളെ അതിശയകരമായിട്ട് നടത്തുന്ന ആ ദൈവത്തിൻ്റെ കൃപയുടെ തണലിലാണല്ലോ നമ്മളെല്ലാവരും വസിക്കുന്നത്. അതുകൊണ്ട് കൃപയുടെ തണലിൽ അങ്ങനെ തന്നെ തുടങ്ങാം എന്ന് കരുതി ആ യാത്രാമധ്യേ ദൈവം തന്ന ആലോചനകൾ, ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഇല്ലായ്മയുടെ നടുവിലൊക്കെ ദൈവം അതിശയകരമായി നടത്തിയത്, കുറവുകൾ കൂടാതെ നടത്തിയത്, പ്രതിസന്ധികളുടെ പ്രതികൂലങ്ങളുടെ മധ്യ നടത്തിയത്, ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ദൈവത്തിൻ്റെ കൃപയുടെ തണൽ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ മണപ്പുറത്ത് ചൂടിൻ്റെ കാഠിന്യം ഏറുമ്പോൾ പന്തലിൻ്റെ കീഴിൽ ദൈവമക്കൾ തണൽ അനുഭവിക്കുന്നത് പോലെ ദൈവകൃപയുടെ തണലിൽ ദൈവത്തിൻ്റെ മക്കൾ സന്തോഷവും നന്മയും ആശ്വാസമൊക്കെ അനുഭവിക്കുന്നുവല്ലോ. പ്രകാരം എഴുതിയ ഒരു ഗാനമാണിത്. ഇത് 2 യാത്രയിൽ സംഭവിച്ചു. ഇതിൻ്റെ സംഗീതവും ഒരു യാത്രയിൽ, ഇതിൻ്റെ രചനയും ഒരു യാത്രയിൽ നടന്നു എന്നൊരു പ്രത്യേകത ഈ ഗാനത്തിനുണ്ട്. മോൻസിച്ചായൻ പറഞ്ഞതുപോലെ, മോൻസിച്ചായൻ ആഗ്രഹിച്ചതുപോലെ ഞാനും പ്രിയപ്പെട്ട മോൻസിച്ചായൻ്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ടുള്ളൊരു ഗാനമായിരുന്നു എൻ്റെ നാഥൻ എൻ്റെ പ്രിയം എൻ്റെ കൂടെ വന്നിടും. അപ്പോൾ അത്തരത്തിൽ മനോഹരമായി മ്യൂസിക് ചെയ്യുന്ന മോൻസിച്ചായൻ്റെ കൂടെ ഒരു പാട്ട് ചെയ്യണമെന്നുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. അത്തരത്തിൽ ഈ പ്രാവശ്യം ഒന്നിച്ച് ഒരു പാട്ട് ചെയ്യുവാൻ ദൈവം കൃപ നൽകി. DSMCയെ തിരഞ്ഞെടുത്തു. പ്രത്യേകിച്ച് DSMCയോട് ഇത് കൈകാര്യം ചെയ്യുന്ന മീഡിയ ടീമിനോടൊക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി, സന്തോഷം അറിയിക്കുന്നു. ഇന്നയോളം ഈ പാട്ട് വഴിയിൽ, ഈ പാട്ട് യാത്രയിൽ മോൻസിച്ചായനോടും എന്നോടും ഒപ്പം നിന്ന് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനത്തിനും സ്നേഹത്തിനും പ്രത്യേകം നന്ദി അറിയിക്കും. കൃപയുടെ തണലിൽ എന്ന ഗാനത്തെക്കുറിച്ച് ഇവർ രണ്ടുപേരും വാചാലമായി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഏതായാലും ആ പാട്ടിൻ്റെ ഒരു ഇരടി ഒന്ന് പാടി ഈ DSMC മീഡിയയിലൂടെ പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കാം. കൃപയുടെ തണലിൽ അനുദിനമെന്നെ പോറ്റിയിടുന്നവനേ, എന്നൊമ്പരമെല്ലാം നന്മയതാക്കി മാറ്റിയിടുന്നവനേ, പറഞ്ഞു തീരാധാരമതേകിയ കരുണയതോർക്കുമ്പോൾ എന്നാവിൽ നിറയും മനവും പാടും സ്തുതിയുടെ സംഗീതം. കൃപയുടെ തണലിൽ അനുദിനമെന്നെ പോറ്റിയിടുന്നവനേ, എന്നൊമ്പരമെല്ലാം നന്മയതാക്കി മാറ്റിയിടുന്നവനേ, പറഞ്ഞു തീരാധാരമതേകിയ കരുണയതോർക്കുമ്പോൾ എന്നാവിൽ നിറയും മനവും പാടും സ്തുതിയുടെ സംഗീതം.